വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയ ധനഹ. അപ്പോഴേ നമ്മൾ ഇന്നൊരു വീഡിയോ എടുക്കാൻ പോവാം. സംഭവം എന്താണെന്നല്ലേ, ഇതാ എൻ്റെ കൂടെ ഒരു കുട്ടിക്കുരി കൂടണം. ഞാനൊരു ചെറിയ പണി ചെയ്യാൻ പോവാം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വേണം. നമുക്ക് തുടങ്ങാം. കണ്ടിട്ടാരും ഞെട്ടാൻ നിൽക്കല്ല. സംഭവം ഇച്ചിരി ഭയങ്കര ടാസ്ക് തന്നെയാണ്. അല്ല ഇതിനോട്ടാ, എന്നോട്ടൊരു പാട്ട് പഠിക്കേ, എന്നോട്ടൊരു പാട്ട് പഠിക്കേ, പാടങ്ങോട്ടാ, പാട്ട് പഠിക്കേ. പാട്ട് പാടുന്നതിനോട്ടാ. സോറി, അതിനോട് പാടിക്കാന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടി ആയതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് നിർത്തി. ഇതാ അവളവിടെ വഴിക്ക് നടക്കട്ടെ. നമുക്കിവിടെ വേറൊരു സംഭവം കാണിച്ചതാണ്. ഈ സാധനം എന്തിനാണെന്നല്ലേ, ഇതുണ്ടെങ്കിൽ അത് കാണാൻ പറ്റത്തുള്ളൂ. കണ്ടിട്ട് ആരും ഞെട്ടല്ലേ. ആദ്യമേ അഡ്വാൻസ് ആയിട്ട് പറയണം. പിന്നെ ഞാനങ്ങ് ഭയങ്കര റിച്ച് ആളല്ലാത്തത് കൊണ്ട് ഇതാണ് സംഭവം. ഇതിനെ ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് ഒരു കട്ടി ടാസ്ക്കാണ്. ഒരു വൃത്തിയില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട, ഒരു വൃത്തി പോലും ഇല്ല. അപ്പം നട്ടലൊടിയുന്ന 8ൻ്റെ പണി എന്ന് പറയുന്ന പരിപാടിയാണ് നടക്കുന്നത്. അന്നേരത്തേക്ക് ഇതേ അടുത്ത നേരത്തുള്ള പരിപാടി കൊണ്ട് അടുത്ത ആൾ ഇറങ്ങിയിട്ടുണ്ട്. മോൻ ചെയ്യണ്ട, അമ്മ ചെയ്തോളാം. ഇതെല്ലാം വാരിയെടുക്കുമ്പോൾ ഇതിനകത്തിനിയും വല്ല പാമ്പോ പഴുതാരയോ എലിയോ വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും കാണും. അതാണ് കട്ട ടാസ്ക്. അപ്പം ഞാൻ പരിപാടി തുടങ്ങണേ. നോക്കിക്കോണേ, കണ്ടോണേ, എന്തൊക്കെ ഉണ്ടോന്ന് നോക്കാം നമുക്ക്. കണ്ടേ, ഒരു സെറ്റേ ഇവിടെ ഇട്ടേ. പണ്ടത്തെ കാലത്തെ ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ലായിരുന്നു. ആകെ ഒരു തുണി മഴയത്ത് നനഞ്ഞാല് കൊണ്ടുവന്ന് നമ്മുടെ എന്താ പറയുന്നത് അടുപ്പിൻ്റെ അവിടെ നിർത്തി ഉണക്കി എടുത്ത് ഉപയോഗിച്ചൊരു കാലത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത്രയൊന്നും ഇതാ ഈ സാധനം എന്താണെന്നറിയാമല്ലോ, ഓൺലൈനായിട്ട് വരുത്തി വെച്ചേക്കുന്നതാണ്. ഉപയോഗിക്കാറില്ല എങ്കിൽ പോലും. പുട്ടുകൊടത്തിൽ നിന്ന് എടുക്കാന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇതാണ് പുട്ടുകൊടത്തിൽ നിന്ന് എടുക്കുന്ന അവസ്ഥ. പുതിയൊരു സാരി കിട്ടിയതാണ്. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതും ഇനി തേക്കാതെ ഉപയോഗിക്കാത്ത അവസ്ഥയാണ്, ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. ഡെയിലി ജോലിക്ക് പോകുന്ന എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. എൻ്റെ അലമാരി മാത്രമല്ല ഇങ്ങനെ ഇരിക്കുന്നത്, എല്ലാവരുടെ അലമാരിയുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിന് അടുക്കാനുള്ളതിൻ്റെ കാരണം എന്താണെന്നറിയാമോ, ചില സാധനങ്ങൾ എനിക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ നോക്കിയപ്പോൾ എനിക്കില്ല. അപ്പോൾ ഇതിന്ന് അടിക്കാൻ അതിനകത്തുണ്ടോയെന്ന് തപ്പാനാണ് നോക്കുന്നത്. സെറ്റ് സാരി കണ്ട, ഇതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട്, പക്ഷെ ചുളുക്കാണെന്ന് മാത്രം. വേണോ ഈ സാധനം ഊരി അതിനകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറെയെങ്കിലും ഞാൻ ഇതുവരെ അത് എടുത്തു വെച്ചിട്ടില്ല. കണ്ട, അത്യാവശ്യം അടുപ്പിൽ ഊതാം കേട്ടോ. ഒരു കവർ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് എന്താണെന്ന് നോക്കണ്ടേ? അയ്യോ, നിങ്ങൾ ഞെട്ടും, കാണിക്കത്തില്ല. അതുപോലത്തെ സാധനങ്ങളാണ് വാങ്ങിച്ചു വെച്ചിട്ട് വർഷം ഒന്നായെങ്കിലും ഇപ്പോഴും ദാരിദ്ര്യം മാത്രം. ഇതൊക്കെ കാണിക്കുമ്പോ നാണക്കേടല്ലേ ചോദിക്കും. എന്തിനാ നാണക്കേട്? ഇതെല്ലാം സ്റ്റോക്ക് ഉണ്ടെന്ന് കാണുന്നല്ലേ ഒരു സന്തോഷം. എല്ലാം ഉണ്ട്. സത്യത്തിൽ ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്താണോ എന്ന് എനിക്കറിയില്ല. ബെഡ്ഷീറ്റ് ഉൾപ്പെടെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു ബാഗ്. തലയിലിരുന്ന പുഴുവരെ എൻ്റെ അലമാരിക്കകത്ത് ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. ആക്ച്വലി എൻ്റെ സാരി സെക്ഷൻ മാത്രം നല്ല സൂപ്പറായിട്ട് അടുക്കിയത് പോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. എൻ്റെ മണ്ടയ്ക്കോട്ടുള്ള സാധനങ്ങളാണ് ഇങ്ങനെ വന്നേക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ സാരി ഇരിക്കുന്ന കാണിക്കട്ടെ. ബാ,
ആ അതിനകം കാണണമെങ്കിൽ എമർജൻസി ഉണ്ടല്ലേ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് ഇരുട്ടാ. ഇതാ കണ്ടോ, ഇത്രയും വൃത്തി എൻ്റെ സാരി സെക്ഷനിലുണ്ട്. സാരി, പാവാട, ബ്ലൗസ്, അങ്ങനെയുള്ള ഐറ്റം. നല്ല ഭംഗിയല്ലേ? ഞാനും അതേട്ടാ കാണുന്നത്. അപ്പോൾ എമർജൻസി താഴ്ത്തി വെച്ചിട്ട് ഇതാ നമുക്കേ ഉള്ള സൗകര്യത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടവരാണ്. അപ്പം നമുക്ക് അത്രയൊക്കെ ഒരു ഇതേ കാണത്തുള്ളൂ. അപ്പം അത് വലിയ കാര്യമൊന്നും ആരും ചിന്തിക്കണ്ട. അയ്യോ ഇല്ലല്ലോ ഒന്നും ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയുന്നു. ഇല്ല. പിന്നെ മന്ത്രോടി സാരി കാണണ്ടേ? കാണിക്കാം. എന്നിട്ടൊന്ന് മാറിക്കടാ. അലമാരി വന്ന് തടഞ്ഞു നിൽക്കുന്നു. സൗന്ദര്യം കാണുകയാണ്. ഇത് എൻ്റെ ഒരു കല്യാണത്തിന് വാങ്ങിച്ചിട്ട് സാരി കേട്ടോ. സംഭവം കൊള്ളാം അല്ലേ? നല്ല രസമുണ്ടല്ലേ? ഇതെടുത്ത് ഒരിക്കലൊരു ഫോട്ടോ എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ദോഷം പറയട്ടോ. സാരി എനിക്ക് ചെറുതായിട്ട് ചേരുന്നു. ആരാണ്ടൊക്കെ എപ്പോഴൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. വേറൊരു സാരി ഇതൊക്കെ എന്ന് വാങ്ങിച്ച അമ്മാച്ചൻ്റെ മോൻ്റെ കല്യാണത്തിന് അവര് എല്ലാവരും യൂണിഫോം എടുത്തതാ കേട്ടോ. ഇതാ പുതിയ സാരി. സാരി സെക്ഷൻ കണ്ടില്ലെന്ന് പറയുന്നത്. ഇതാണ് മണ്ണാരക്കുഞ്ഞി പള്ളിയിലെ യൂണിഫോം. അവിടെ യൂണിഫോം വാങ്ങിച്ചപ്പോൾ എനിക്ക് ഒരെണ്ണം കിട്ടി. അത് എൻ്റെ യൂണിഫോം. എനിക്ക് ഒരുപാട് സാരിയൊന്നുമില്ല കേട്ടോ, ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ അലമാരിക്കകത്തിരിക്കും. ഇതാ ഈ സാധനം എന്താണെന്നറിയാമോ? എൻ്റെ കല്യാണത്തിന് ഞാൻ ഉടുത്തുകൊണ്ട് വന്ന എൻ്റെ സ്വന്തം സാരി. ഓക്കെ, ഓഫ് വൈറ്റ്. ഇതെനിക്ക് ഞങ്ങളൊരു കസിൻ ഗിഫ്റ്റ് ചെയ്തതാണ്. ഓക്കെ, ഇതിനോടൊന്ന് മാറും. ഇത് 11 കൊല്ലത്തിന് മുമ്പ് എൻ്റെ വെഡ്ഡിങ്ങിന് അല്ല, എൻ്റെ ഉറപ്പിൻ്റെ കല്യാണ ഉറപ്പിൻ്റെ സാരിയാണ്. ഇത് ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങളെല്ലാവരും കൂടി ഇട്ട സെയിം യൂണിഫോം കളർ സൂപ്പർ സാരി. ഇപ്പോൾ ഉപയോഗിക്കാറില്ല കേട്ടോ. ഇവിടെ പോയിട്ട് ഉപയോഗിക്കാൻ ഒരു മനുഷ്യർ കല്യാണം വിളിക്കത്തോലുമില്ല. ആരെങ്കിലും ഒരു കല്യാണം വിളിച്ചാലല്ലേ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റത്തും. അങ്ങനെ പോലും ആരും വിളിക്കാറില്ല. വിളിച്ചായിട്ട് പോകാൻ എനിക്ക് സമയം കിട്ടാറില്ല. വലിയ ബിസി ഉണ്ടായിട്ടൊന്നുമല്ല. അതാ ഇതാ ഒരു മണിയും പിടിച്ചോണ്ട് നിൽക്കുന്നു. ഇതെൻ്റെ ഫേവറേറ്റ് ഒരാൾ സമ്മാനിച്ചവരാണ് ഈ സാരി. ഓക്കെ, എല്ലാം കൂടുതലും ചുമപ്പ് മയമാണ്. പിന്നെ നിങ്ങൾക്ക് കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞ സാധനമാണ് എൻ്റെ മന്ത്രകോടി സാരി. ഇതെൻ്റെ അച്ചായന, എൻ്റെ അനുവച്ചാച്ചൻ്റെ സാരി. ഓക്കെ, 11 കൊല്ലമായി കേട്ടോ. ഓക്കെ, കണ്ടില്ലെന്ന് പറയില്ലേ? സൂപ്പർ സാരി. ഇതാ ഞാനിതെടുത്തപ്പോൾ അവള് തോന്നുന്നു കേട്ടാ. സുന്ദരിയായില്ലേ? ഞാൻ ചുടെ വെട്ടത്ത് കാണിക്കാം. അപ്പം ഞാൻ സുന്ദരിയായെന്ന് പറയണേ. ഇത്രയും വെട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചാൽ അറിയായിരുന്നല്ലേ? അങ്ങനെ സോറി, താഴെ ഒരെണ്ണം നിൽപ്പുണ്ടായിരുന്നു, തുറപ്പിച്ചാണ്. ഇങ്ങനെ കറങ്ങുമ്പോൾ സാരി ദേഹത്ത് വരുന്ന പരിപാടി മാജിക്ക് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചിത് മടക്കി വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. ഓക്കെ, ഇതെൻ്റെ മന്ത്രകോടി. ഇനി ഇതിനകത്ത് ഞാൻ കാണിക്കാൻ പോകുന്ന സാധനം എന്താണെന്നല്ലേ? ഇതെൻ്റെ ജീവനാണ്. സാരിയല്ല, ചുരിദാറൊന്നും അല്ല കേട്ടോ. ഇതെൻ്റെ ജീവനം എന്നല്ല പറയുന്നത്, അതിലും വലുതാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു സംഭവമല്ലേ അത് തന്നെ. നമുക്ക് വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചേക്കുന്ന ചില ഓർമ്മകളുണ്ടല്ലോ, അങ്ങനെ ഒന്നാണല്ലോ. എൻ്റെ അച്ചാച്ചിയുടെ ഷർട്ടാണ്. അച്ചാച്ചി പോയി അച്ചാച്ചിയുടെ ഷർട്ട് അച്ചാച്ചി ഓർമ്മ ഞാനെടുത്ത് വെച്ചിരിക്കുന്നു. കൊല്ലം 6 കേട്ടോ ഞങ്ങളെ വീട്ടിൽ പോയി. എൻ്റെ അപ്പൻ്റെ ഷർട്ടാണ്. ഭദ്രമായിട്ട് തന്നെ എൻ്റെ അലമാരിലിരിക്കും.
ഞാൻ മടക്കട്ടെ. ഇതാണ് എൻ്റെ അലമാരിൽ ആദ്യം ഇരിക്കുന്ന സാധനം. വിട്ട മക്കളെ, അതിങ്ങിട്ടാ. അത് അപ്പച്ചൻ്റെ അല്ലേ, അത് അപ്പച്ചൻ്റെ അല്ലേ. വേറെ തരാം. ആ കവർ പോയി ഗൈസ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്താൽ അത് അഴുക്കാവുമായിരിക്കും അല്ലേ. അപ്പോൾ കവർ തന്നെ വെക്കാം. അവിടെ ഇച്ചിരി നേരം കരഞ്ഞ് നിർത്തിക്കോളും. അലക്കാതെ അപ്പോൾ അതിനകത്തുനിന്ന് ഭാര്യ സാധനങ്ങളെല്ലാം കാണണ്ടേ. ഇതാ, നീ കണ്ടില്ലെന്ന് പറയില്ല. ഇത് ഒരൊറ്റ തട്ടിലെയാണ്. കണ്ട ഇത്രയും സാധനങ്ങൾ. അലമാരി അടുക്കണമെന്നൊരു ചിന്ത വരുന്ന എപ്പോഴാണെന്നറിയാമോ? നമുക്ക് എന്തെങ്കിലും കാണാതെ വരുന്ന സമയങ്ങളിൽ. അങ്ങനെ കിട്ടിയ സാധനങ്ങളാണ് ഇത്രയും ഐറ്റം. ഇതിനെല്ലാം ഒന്ന് അടുക്കി പറക്കി നല്ല ഭംഗിയാക്കിയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ആരും പോവാതെ എല്ലാവരും ശ്രദ്ധിച്ച് ബാക്കി കാണണം. ഓക്കെ, അപ്പോഴേ ഞാൻ അടുക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കാണണ്ടായോ? കാണിച്ചു. ഇതാ, എനിക്ക് എത്ര തലയിണക്കവറുണ്ടെന്നറിയാമോ? 2, 3, 4, 5, 6, 7. അത് ഇതിനകത്തില്ലേ, അല്ലാതെ ഞാൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡെയിലി ഉപയോഗിക്കുന്ന 7 തലയിണക്കവർ എനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബെഡ്ഷീറ്റും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കാരണം എന്താണെന്നല്ലേ, ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇതിലെല്ലാം പ്രധാനമായിട്ടേ എനിക്ക് അലമാരി അടുക്കി 6 നിക്കറ് കിട്ടി. നിൽക്കുന്ന പോലെയുണ്ട്. ഞാൻ റിച്ചല്ലേ, റിച്ച്. നിങ്ങൾ എന്തൊക്കെയായിരിക്കും കമന്റ് ഇടാന്ന് ആലോചിച്ചത്. എന്താ പറഞ്ഞാലും പുതിയ 6 നിക്കർ എനിക്ക് എൻ്റെ അലമാരിക്ക് കിട്ടി ഗൈസ്, കിട്ടി. അയ്യോ, ഞാൻ നാണം കെടുത്തല്ലേ സത്യസന്ധമായിട്ട് പറഞ്ഞത്. അങ്ങനെ അത് കിട്ടിയിട്ടുണ്ട്. തപ്പി ചെന്നപ്പോൾ എൻ്റെ പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് കിട്ടിയ വയറ് കുറയുന്ന ബെൽറ്റും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ബെൽറ്റ് ഈ തുണിയിട്ട് ഇങ്ങനെ വയറ് കെട്ടി കുറയ്ക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അത് അന്ന് കുറഞ്ഞെങ്കിലും പിന്നീട് ഞാൻ സ്ഥിരം യാത്രയൊക്കെ തുടങ്ങി, തീറ്റയൊക്കെ തുടങ്ങിയപ്പോൾ അതേപോലെ വീണ്ടും ചാടിയിട്ടുണ്ട്. ഓക്കെ, അത് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ, മാറത്തില്ല, ജന്മന ഉള്ളത്. ചുമ്മാ അങ്ങനെ 2 സാധനം ഇതും കിട്ടി. ഓക്കെ, 2 ഉണ്ടായിരുന്നു. ഈ 2 ഇനിയൊന്നും കാണിക്കാൻ മാത്രമില്ല. പിന്നെ കുറേ ടർക്കികൾ, കൊച്ചിൻ്റെ കുറേ ടർക്കി, ഉടുപ്പ്, പിന്നെ കുറേ ചുരിദാറുകളുണ്ട്. പക്ഷെ ഞാൻ എന്നും ഇട്ടുകൊണ്ട് പോകുന്ന 3-4 ചുരിദാറുകൾ. കാരണം എന്നാ ചോദിച്ചാൽ, തേക്കാനുള്ള മടി, ഇറങ്ങാനുള്ള ധൃതിയും തേക്കാനുള്ള മടി കാരണം ചുരിദാർ കുറേ ഉണ്ടെങ്കിലും ഞാനിടുന്നത് 1, 2, 3, 4 ചുരിദാറുകൾ മാത്രമാണ്. അത് എൻ്റെ മാത്രം സ്വഭാവമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തരാ, ബൈ. ഞങ്ങളുടെ ചാനൽ ആരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിയ ധനഹാൻ. താങ്ക് യു.